ഉം. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഒന്നുകൂടി ചക്ര ചെയ്യാം. എനർജി. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. മൂന്ന് കാർഡ് വേണമെന്ന് ഇപ്പൊ നാലഞ്ച് കാർഡ് തന്നെ എങ്ങനെ ശരിയാവുന്നതാവാന്? ഒരു ഷഫിൾ ചെയ്തതായിരിക്കും. മൂന്ന് കാർഡ് മതിയായിരിക്കും കേട്ടോ. ഞാൻ എടുത്തോളാം. ഒന്ന്, രണ്ട്, മൂന്ന്. ഓക്കെ, മൂന്ന് കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാർഡ് അവരെന്താണ് നിങ്ങളോട് പറയുന്നത്, അതാണ് ആദ്യത്തെ കാർഡ്. രണ്ടാമത്തെ കാർഡ് അവര് എന്താണ് ശരിക്കും ചെയ്യുന്നത്. മൂന്നാമത്തെ കാർഡ് ഈ രണ്ടും കൂടെ മാച്ച് ആവുന്നുണ്ടോ. ആദ്യത്തെ കാർഡ് എന്താ പറയുന്നത്, നിങ്ങളോട് എന്താണ് പറഞ്ഞത്? അവര് നിങ്ങൾ തമ്മിൽ ഒരു പ്ലാൻ, ഒരു പുതിയൊരു തുടക്കം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് ബന്ധത്തിലാവാം, ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് പതുക്കെ തുടങ്ങി നമുക്ക് പ്ലാനിങ്ങിലോട് കൂടെ മുമ്പോട്ട് പോവാം. ഒരു ബിസിനസ് ആവാം, എന്ത് തരം ഒരു കമ്മിറ്റ്മെന്റും ആയിക്കോട്ടെ ഇത്. അപ്പോ ഇത് നിങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്യൂച്ചർ, നമ്മൾ തമ്മിൽ നല്ലൊരു ഫ്യൂച്ചർ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് നിങ്ങളോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത് ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുമായി കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് എനിക്കറിയാം നമ്മൾ തമ്മിൽ. കാരണം നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയാണ് എല്ലാ തരത്തിലും, നമ്മളുടെ ഒരേ ടേസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും കൂടെ മുമ്പോട്ട് പോകാം എന്ന് പറയുന്ന ഒരാള്. ഞാൻ ഇതിനെക്കുറിച്ച് നന്നായിട്ട് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ലൊരു ഫ്യൂച്ചർ എനിക്ക് കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെന്ന് പറഞ്ഞ ഒരാള്. എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ആക്ച്വലി ഈ വ്യക്തി ചെയ്യുന്നത് ടെമ്പറൻസ്, ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോ ഇവിടെ അത് കൊള്ളാം. എന്ന് വെച്ചാൽ ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞു, അപ്പൊ ഈ വ്യക്തിക്ക് ശരിക്കും നിങ്ങളോടുള്ള ഫീലിങ്സിന്റെ ഒരു ശതമാനം മാത്രമേ നിങ്ങളോട് പറഞ്ഞു. ഈ വ്യക്തി നിങ്ങളെ കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന്റെ ഒരു അംശം മാത്രമേ നിങ്ങളെ കാണിച്ചുള്ളൂ, നിങ്ങളോട് പറഞ്ഞുള്ളൂ. ആക്ച്വലി ഈ പേഴ്സൺ നിങ്ങളെ കണ്ടപ്പോ ഈ പേഴ്സണ് ഭയങ്കര അട്രാക്ഷൻ ആണ് നിങ്ങളോട്. നിങ്ങളുമായിട്ട് വളരെയധികം അടുക്കണം, നിങ്ങളുമായിട്ടൊരു ഭാവി വേണം, നിങ്ങളുമായിട്ടൊരു ജീവിതം എൻജോയ് ചെയ്യണം, അത് എന്ത് തരം ബന്ധമായിക്കോട്ടെ എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരു ബിസിനസ് ആണെങ്കിൽ അതിനകത്ത് നിങ്ങളുമായിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു എനർജി,